രാവിലത്തെ ചായയൊക്കെ കുടിച്ച് പാത്രം കഴുകി വെക്കുമ്പോഴാട്ടോ ഒരു തമിഴത്തി ചേച്ചി കുപ്പിയോളം വേണോ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോയത്. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അതൊരു ഇതാവുമോ പോവാതാവുമോ. ഈ അങ്ങനെയാണല്ലോ അവർ ഈ എന്താ പറയുക ചട്ടിയും പാത്രമൊക്കെ വന്ന ചേച്ചിമാർ എന്തെങ്കിലും ഒന്നും എടുക്കാതെ അവർ പോവില്ല. ആ ഒരു സംഭവം ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ചേച്ചി വന്ന് പെട്ടി തുറന്നപ്പോൾ ആ വളൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ അവിടെ അങ്ങനെ ഇരുന്നാണ്ട് പോയിട്ടാണ്. ആ സീനൊന്ന് ആലോചിച്ച് നോക്കി. സ്ലോ മോഷനിൽ ആ സീൻ കളക്ഷൻ കണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് പോണേ ആ ഒരു ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇട്ടാണ്. ഈ കുപ്പികൾ കാണുമ്പോൾ എനിക്കൊരു കഥയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞങ്ങളെ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനിയത്തിയും കൂടി പെരുന്നാളിനും വളം ഇട്ടതാട്ടാ. ആദ്യം അവൾ എനിക്ക് ഇട്ട് തന്ന്, ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്ത്. അവൾക്ക് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അവൾ എനിക്ക് ഇട്ട് തന്നപ്പോൾ എൻ്റെ കയ്യിലൊരു കുപ്പിയോളാണ്ട് കുത്തി കയറിയിട്ടാണ്. പിന്നെ ചോര ഒഴുകൽ. അപ്പം തന്നെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി സ്റ്റിച്ച് ഇടൽ, പിന്നെ അത് ഒരാഴ്ചയോടുകൂടി സ്റ്റിച്ച് ഊരലും, അങ്ങനെ ഒരു കഥയായിരുന്നു കേട്ടോ. പേടിച്ചിട്ടാ കുപ്പികളെ കാണുമ്പോൾ തന്നെ. അന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു കുപ്പികളെ ഇടണതൊക്കെ ആലോചിക്കുമ്പോൾ. പിന്നെ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെയും കുപ്പിയോളം വാങ്ങേണ്ടത്. ഇതിന് മുന്നേ എൻ്റെ രണ്ട് അനിയത്തിമാരും ഇവിടെ എന്താ പറയുക നേർച്ച ഉണ്ടായിരുന്നില്ലേ, പുതിയങ്ങാടി നേർച്ച, അവിടെ പോയിട്ട് അവർ രണ്ടാളും വാങ്ങിത്തരാം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു വാങ്ങാൻ. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേട് ഞാനിവിടെ തീർത്ത്. അങ്ങനെ ഈ കുപ്പിവളൻ്റെ ഒരു കഥ അതായിരുന്നു കേട്ടോ. എൻ്റെ അനിയത്തി ഞാനും കൂടിയുള്ള അങ്ങനെ ഒരു കാലമല്ലേ. അതൊക്കെ ഒരു ഓർമ്മ മാത്രം. കുപ്പിവളയിൽ ഇത്ര വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു പ്ലെയിന് പിന്നെ ചെത്ത് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനത്തെയൊക്കെ എനിക്ക് ഈ കളറ് നല്ല ഇഷ്ടമായി, ഈ ഒരു മഞ്ഞ കളറ്. ഇതിനെ പറ്റിയ ചുരിദാർ തപ്പി നടക്കണം. അതേപോലെ തന്നെ വെറൈറ്റി ഇപ്പോഴത്തെ കുപ്പിവളൻ്റെ മോഡൽ പല വെറൈറ്റികളുണ്ടല്ലോ ഇപ്പോഴത്തെ കുപ്പിവള. അതിനനുസരിച്ച് നല്ല വിലയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊന്നും ഈ ചെട്ടിച്ചുകളെ ഇപ്പോൾ കാണാനും കിട്ടലില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിവിടെ ഇവരെ കണ്ടത്. ആ പഴയ കാലമൊന്നും ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല അല്ലേ. അതൊക്കെ നമ്മളെ മനസ്സിലൊരു ഓർമ്മയായിട്ട് അങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ചേച്ചീനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലെന്നും നല്ല സന്തോഷം കേട്ടോ. രാവിലെ നീറ്റ് വന്നപ്പോൾ തന്നെ ഈ ചേച്ചീനെയാണ് കണ്ടത്. അങ്ങനെയല്ല, നീറ്റ് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നീച്ച് വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഈ ചേച്ചീനെയാണ് കണ്ടതെന്ന് അറിയാം. കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി. അങ്ങനെ കുറേ വളയും ഞങ്ങൾ വാങ്ങിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.